നിലമ്പൂർ വനത്തിൽ നിന്നും കാട്ടാനയുടെ ജഡാവശിഷ്ടം കണ്ടെത്തി. ഏകദേശം 40 വയസ്സ് പ്രായം വരുന്ന കൊമ്പനാനയുടെ ജഡാവശിഷ്ടമാണ് മഞ്ഞപ്പാറ വനത്തിൽ നിന്നും കണ്ടെത്തിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ തെരച്ചിലാണ് ജഡാവശിഷ്ടങ്ങൾ കണ്ടത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ആനയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. ശിവദാസ് കന്മനമുണ്ട് ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. ശിവദാസ്, എന്താണ് സംഭവിച്ചത് ഈ കാട്ടാനയ്ക്കൊപ്പം? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? എങ്ങനെയാകും ഈ കാട്ടാന കൊല്ലപ്പെട്ടത്? അശ്വതി, ഇന്ന് രാവിലെയാണ് നിലമ്പൂർ വനമേഖലയിൽ കാട്ടാനയുടെ ജഡാവശിഷ്ടം കണ്ടെത്തിയത്. അതായത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുമ്പോഴാണ് കാട്ടാനയുടെ അവശിഷ്ടം കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഒരു കുന്നിൻ മുകളിൽ നിന്നും താഴെ പാറക്കെട്ടിലേക്ക് വീണ് ചരിഞ്ഞതാണെന്ന സംശയത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉള്ളത്. ഈ മഞ്ഞപ്പാറ എന്ന് പറയുന്നത് ഒരു ജനവാസ മേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു വനമേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലൊക്കെ തന്നെ നേരത്തെയും കാട്ടാനയുടെ അടക്കം ശല്യം നേരത്തെ രൂക്ഷമായി ഉണ്ടായിരുന്നു. വ്യാപകമായി കൃഷിയെ നശിപ്പിക്കുന്ന പ്രശ്നങ്ങളടക്കം ഉണ്ടായിരുന്നു. ഈ ഒരു വനമേഖലയോട്, അതായത് ജനവാസ മേഖലയോട് ചേർന്ന് കിടക്കുന്ന ഈ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ കാട്ടാനയുടെ ഒരു ജഡാവശിഷ്ടം കണ്ടെത്തിയിരിക്കുന്നത്. ഏകദേശം 40 വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരു കൊമ്പനാനയുടെ ജഡാവശിഷ്ടമാണ് കണ്ടെത്തിയിരിക്കുന്നത്. നിലവിൽ ഇത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഇതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തിയായിട്ടുണ്ട്. അശ്വതി.